ഭാഗം 40. എൻ്റെ മനസ്സും ശരീരവും ഇന്നും വീരനായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞാൻ. നാളെ ഞാനോ നീയോ എന്നൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ നിന്റെ സ്ഥാനം മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടിയാ ഇത്രയൊക്കെ പറഞ്ഞു തരുന്നത്. വൈകാതെ തന്നെ നീ പാലാഴിയിൽ നിന്നിറങ്ങും. വീരന്റെ കൈ പിടിച്ച് ഞാൻ അവിടേക്ക് വരികയും ചെയ്യും. ഇയാളൊന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ശക്തി അക്ഷമ പൂണ്ടു. അനുവിന് ദേഷ്യം വന്നു. ഇതെന്ത് പെണ്ണാണ്, ഇത്രയൊക്കെ വികൃതമായ രീതിയിൽ പറഞ്ഞിട്ടും ഒരു കൂസലുമില്ലല്ലോ. നാണമുണ്ടെങ്കിലല്ലേ അപമാനം തോന്നൂ. ഛേ! ശക്തിയുടെ ഹൃദയം തകർക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടുമടങ്ങാൻ വന്നവൾക്ക് അസ്വസ്ഥത മാത്രം നിറഞ്ഞു. അവിടെ നിന്ന് തിരികെ നടന്നപ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വീരൻ നിൽക്കുന്നത് അവൾ കണ്ടത്. ചുമലിലൂടെ പുതച്ച നേരിതും അതിനിടയിലൂടെ തെളിഞ്ഞു കാണുന്ന അവന്റെ നെഞ്ചും അവനോടുള്ള മോഹം കൂട്ടി. എന്റെ ജീവിതത്തിൽ ഞാൻ ആകെ ആഗ്രഹിച്ച ഒരേ ഒരു പുരുഷൻ നീയാണ് സേന. ഇത്രയും നാളും നിന്നോട് ചേർന്ന ഒരു ജീവിതം കൊതിച്ച എനിക്ക് ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവായിരുന്നു നിന്റെ വിവാഹം. പക്ഷേ ഈ നിമിഷം ആ മുറിവ് മാഞ്ഞിരിക്കുന്നു. നീ എനിക്ക് മാത്രം അവകാശപ്പെട്ടവനാണ് സേന. ഞാൻ നിന്നെ നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്നോടുള്ള വാശിയിൽ വഴിതെറ്റിയതാണ് നിനക്ക്. നേരായ വഴിയിൽ നീ ജീവിക്കുന്നതും എന്നിലൂടെയാകും. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറ്റൊരു സ്ത്രീയിലേക്ക് നീ ചായില്ല. അനുഗ്രഹം മനസ്സാൽ മന്ത്രിച്ചു. അവനിൽ ഞെരിഞ്ഞമരാൻ തീവ്രമായ ദാഹമുണരുമ്പോൾ അത് ക്ഷേത്രമാണെന്ന് അനു വിസ്മരിച്ചു കളഞ്ഞു. അനു തിരിഞ്ഞു നോക്കുമ്പോൾ ശക്തി അവനെ ലക്ഷ്യം വെച്ച് നടക്കുന്നത് പോലെ തോന്നി. അനു ശക്തിയേക്കാൾ മുമ്പേ വീരനടുത്തെത്തി. സേന, വളരെ മൃദുവായ ശബ്ദത്തിൽ പ്രണയം നിറച്ചവൾ വിളിക്കുമ്പോൾ വീരൻ മുഖം ചുളിച്ചവളെ തിരിഞ്ഞു നോക്കി. അവളുടെ മിഴികളിലെ തിളക്കവും തന്നെ മുഴുവനായി വിഴുങ്ങുമെന്ന പോലെയുള്ള ഭാവവും അവന് അരോചകമായി. വർഷങ്ങൾ കൊണ്ട് അവളുടെ ഭാവത്തിലും രൂപത്തിലും വന്ന മാറ്റങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് തന്നോടുള്ള ആസക്തിയാണെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വീരന് മനസ്സിലായി. അത് സത്യവുമായിരുന്നു. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് അവൾ അവനെ കണ്ണുകൾ കൊണ്ട് അളന്നു കഴിഞ്ഞിരുന്നു. അവൻ ചോദ്യഭാവത്തിൽ മുഖം ചൊളിച്ചുകൊണ്ടാണ് അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചത്. സേന, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കണ്ടില്ലേ? വീരനിൽ പരിഹാസം നിറഞ്ഞു. നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്നറിയാം സേന. പക്ഷേ നമ്മൾ ഒരുമിച്ച് കുറച്ചു സമയം ചെലവഴിച്ചാൽ മാറുന്ന ദേഷ്യം മാത്രമാണത്. ആരെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും എനിക്ക് നിന്റെ മനസ്സിലും നിനക്ക് എൻ്റെ മനസ്സിലുമുള്ള സ്ഥാനം മായില്ല. ഞാനിപ്പോഴും നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വീരൻ അതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ അനുവിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. തത്ഫലമായി ഒരു പരിഹാസം ശക്തിക്ക് നേരെ തൊടുത്തുവിടുകയും ചെയ്തു. ശക്തി അവരുടെ അടുത്തേക്ക് വരാതെ മാറി നിന്നു. എന്നിരുന്നാലും ആ സംസാരങ്ങൾ അവൾ ശ്രവിക്കുന്നുണ്ടായിരുന്നു. നീ കേശവന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ അനു? അനുവിന്റെ മുഖം ആ ചോദ്യം കേട്ട് വിളറി. മിണ്ടാപ്രാണിയാണെങ്കിലും കേശവന് മനുഷ്യരെ അവരുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കി പെരുമാറുന്ന ശീലമാണ്. ഇഷ്ടമില്ലാത്തവർ അടുത്തേക്ക് വരാൻ പോലും അവൻ സമ്മതിക്കില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം അനുഗ്രഹയെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും അവളുടെ സാമീപ്യം ഇഷ്ടമല്ലെന്ന് അവൻ പ്രകടമാക്കിയിട്ടുണ്ട്. എന്നാൽ ജീവന്റെ മകൻ ഗൗരി ശങ്കർനാഥ് യാതൊരു ഭയവും കൂടാതെ കേശവനെ ഊട്ടാറുണ്ട്. വാ അനു, നമ്മൾ ഒരുമിച്ച് അവനടുത്തേക്ക് പോയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ? മടിച്ചു നിന്ന അവളെ ഗൂഢമായ പുഞ്ചിരിയോടെ വീരൻ ക്ഷണിച്ചു. ശക്തിക്കത് കേട്ട് അടിമുടി വിറഞ്ഞു കയറി. അത്ര സ്നേഹത്തോടെയായിരുന്നു വീരന്റെ ക്ഷണം. ശക്തിക്ക് മുമ്പിൽ വീരന് താൻ കഴിഞ്ഞ് ആരുമുള്ളുവെന്ന് സ്ഥാപിക്കാൻ കിട്ടുന്ന അവസരമായിട്ടും അവൾ പിന്നിലേക്ക് വലിഞ്ഞു. കേശവന് വീരൻ ആരാണെന്നറിയാവുന്നതിന്റെ ഭയമായിരുന്നു ആ പിൻവാങ്ങൽ. മിണ്ടാപ്രാണിയാണ്, അതിനു മുന്നിൽ വാഗൊണ്ട് പറഞ്ഞു നിൽക്കാൻ കഴിയില്ലല്ലോ. ശംഖുവിന് സ്കൂളിൽ പോകണം സേന. ഇപ്പോൾ തന്നെ ലേറ്റായി. എങ്കിൽ പോകാൻ നോക്കൂ, ഞാൻ കേശവനെ കാണട്ടെ. വീരൻ പരിഹാസം ഒളിപ്പിച്ച പുഞ്ചിരി അനുവിന് നൽകിക്കൊണ്ട് വളരെ ഗൗരവത്തോടെ മറ്റെങ്ങോ നോക്കി നിന്ന ശക്തിയുടെ കൈപിടിച്ച് കേശവനെ ലക്ഷ്യമാക്കി നടന്നു. താൻ വരുന്നില്ലെന്ന് പറയാനുള്ള അവസരം അവൻ അവൾക്ക് നൽകാൻ വേണ്ടി ഒരു ക്ഷണം ശക്തിക്ക് നൽകിയിരുന്നില്ല. ഇത്രയൊക്കെ കേട്ട് നിന്നവൾ ഏതു വിധത്തിലാവും പ്രതികരിക്കുകയെന്ന് അവന് ഊഹമുണ്ടായിരുന്നു. എന്നാൽ
അധികാരത്തോടെയുള്ള വീരന്റെ പെരുമാറ്റത്തിൽ അനുവിന്റെ മുഖമിരുണ്ടു. പക്ഷേ ഭയം അവളെ നിസ്സഹായയാക്കി. അനുഗ്രഹ തൊഴുതിട്ട് വെളിയിലിറങ്ങുമ്പോൾ അവളുടെ അച്ഛൻ പെങ്ങളുടെ മകൾ പാർവതിയുടെ അനിയത്തി ശ്വേത അവിടേക്ക് വന്നിരുന്നു. തന്റെ സഹോദരൻ അരുൺ അവളെ അവിടെ കൊണ്ടുവിട്ടിട്ട് പോകുന്നത് അനു കാണുകയും ചെയ്തു. ആരെ വിശ്വസിച്ചാലും അരുണേട്ടനെ വിശ്വസിക്കരുത് ശ്വേത, നീ ചതിക്കപ്പെടും. പതിവായി അവൾക്ക് നൽകുന്ന ഉപദേശം അന്നും അനു പകർന്നിട്ട് വേഗത്തിൽ നടന്നു നീങ്ങി. കേട്ടുപഴകിയ വാക്കുകൾ അവഗണനയോട് തള്ളി മാറ്റി ശ്വേത അകത്തേക്ക് കയറി. അല്ലെങ്കിലും പ്രണയം മനുഷ്യരെ അന്ധരാക്കുമെന്നല്ലേ. തന്റെ സഹോദരനെ മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കിയിട്ടാണ് അനു അവൾക്ക് ഉപദേശം നൽകിയത്. പക്ഷേ തിരിച്ചറിവുകൾക്ക് ഓരോ സമയമുണ്ടല്ലോ. അപ്പോൾ വൈകിപ്പോയാലും അതുതന്നെയാവും ഉചിതമായ സമയം. നീ എന്റെ കാമുകിയെ കണ്ടില്ലേ ശക്തി? വീരൻ ശക്തിയുടെ വിരലുകളിൽ കുസൃതിയോടെ അമർത്തി ചോദിച്ചു. എണ്ണം തെറ്റുന്ന വിധത്തിൽ കാമുകിമാരുള്ള നിങ്ങളുടെ ഒപ്പം ആര് നിന്നാലും എനിക്കെന്താണ്? എന്റെ ശ്രീമതി കലിപ്പിലാണല്ലോ. കാമുകി നിന്ന് ചോരയൂറ്റുന്നത് കണ്ടല്ലോ, അവൾ പരിഹാസത്തോടെ ചോദിച്ചു. അമ്മാതിരി കോലത്തിലായിരുന്നല്ലോ അവന്റെ നിൽപ്പ്. എല്ലാം കണ്ടിട്ടാണോടി ഭാര്യയെ എന്റെ അവിഹിതത്തിന് മൗനം സമ്മതമെന്നതുപോലെ നിന്നു തന്നത്? ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ കാണിക്കാനുള്ളത് കാണിക്കുമല്ലോ. എത്ര കെട്ടിയിട്ടാലും ചില പശുക്കൾ വേലി ചാടുകയും ചെയ്യും, പോല് കയറി ചാവുകയും ചെയ്യും. ഉപമ കൊള്ളാം. ലിംഗം മാറിപ്പോയി. പശുവല്ല, കാള. ശക്തി അവനെ പല്ല് കടിച്ചു നോക്കി. ഞാനിവിടെ നിങ്ങളുടെ റോമിയോ വേർഷൻ പ്രതീക്ഷിച്ചിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നല്ലോ കൂടെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒലിപ്പിക്കൽ. അവളെ വിളിച്ചത് തനിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് അവൾ പറയാതെ പറഞ്ഞു. അവനത് മനസ്സിലാക്കി എടുക്കുകയും ചെയ്തു. ഏത്? ഇന്നലെ രാത്രിയിൽ നടന്നതുപോലെയോ? അത്രയും നന്നായിരുന്നോ? വളരെ മൃദുവായി ഇക്കിളി കൂട്ടുന്ന വിധത്തിൽ ചോദിക്കുന്നതിനൊപ്പം അവന്റെ വിരലുകൾ അവളുടെ ഇടുപ്പിലൊന്ന് തൊട്ട് പിന്മാറിയിരുന്നു. അതോടെ ശക്തി അവനിൽ നിന്ന് അകന്നു നടന്നു. ഒപ്പം കണ്ണുരുട്ടുകയും ചെയ്തു. വീരൻ പുഞ്ചിരിച്ചു. നമ്മൾ ഒരുമിച്ചുള്ള ഈ നടപ്പ് പോലും മനസ്സിൽ കണ്ടിട്ടില്ലെങ്കിലും നീ എന്റെ ആരോ ആയിത്തീർന്നത് ഈ നടയിൽ വെച്ച് തന്നെ ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. പിന്നെ അവൾ അനു, അവളോട് തോന്നുന്നത് പ്രണയവുമല്ല വെറുപ്പുമല്ല. പിന്നെന്താ? ശക്തി ആവേശത്തോടെ ചോദിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നടന്നപ്പോൾ വീരന്റെ കണ്ണുകൾ കുറുകി. പ്രണയം എന്താണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും എനിക്ക് തോന്നുന്നത് ഇതുവരെ ഞാൻ ആർക്കും കൊടുക്കാത്തൊരു സ്ഥാനമാണ് അവൾക്ക് എൻ്റെ മനസ്സിലുള്ളതെന്ന്. ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? തേങ്ങാക്കൊല. ശക്തി ദേഷ്യത്തോടെ അവനിൽ നിന്ന് അകന്നു നടക്കുമ്പോൾ വീരൻ പൊട്ടിവന്ന ചിരിയെ അടക്കി പിടിച്ചു. ഇത്രയും കുശുമ്പുള്ള നീ എങ്ങനെയാ ഇത്രയും കാലം ഒതുങ്ങി നിന്നത്? അന്ന് നിങ്ങൾ എൻ്റെ ഭർത്താവായിരുന്നില്ല. ഞാനുള്ളപ്പോൾ തന്നെ ഏത് സ്ത്രീക്കൊപ്പവും നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കഴിയാമായിരുന്നു. എനിക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ നീ എനിക്കൊപ്പമുള്ളപ്പോൾ ഞാൻ ആ ചെറ്റത്തരം കാണിച്ചിട്ടില്ലല്ലോ ശക്തി. ശക്തി വെറുതെ തലയാട്ടി. തനിക്കത് അറിയാമെന്നോ ഇല്ലെന്നോയുള്ള അർത്ഥത്തിൽ. ഞാൻ നിനക്കെപ്പോഴാണ് അവകാശം നൽകിയത്? അവളെ ചൊറിഞ്ഞിരിക്കുന്നതിൽ അവൻ പിന്നെയും സുഖം കണ്ടെത്തി. ഇന്നലെ രാത്രി നിങ്ങൾ തുറന്നു സംസാരിച്ചപ്പോൾ മുതൽ ഞാൻ ആ അവകാശം സ്വന്തമാക്കി. ചില അവകാശങ്ങൾ മറ്റൊരാൾ നൽകുന്നതിനു വേണ്ടി കാത്തു നിൽക്കണമെന്നില്ല. ശക്തി വീരന് മറുപടി നൽകി. സ്വന്തമാക്കിയ അവകാശങ്ങൾ എന്നും നിന്റെ മാത്രം സ്വന്തമാണെന്ന ബോധമുണ്ടായാൽ മതി. അവളുടെ തലയിൽ കിഴുക്കി തമാശ പോലെ വീരൻ പറഞ്ഞു വെച്ചു. സത്യത്തിൽ അതൊരു തമാശയായിരുന്നില്ല, ഓർമ്മപ്പെടുത്തലായിരുന്നു. കണ്ടറിഞ്ഞു വേണമെങ്കിൽ നിൽക്കണമെന്നുള്ള ഭാവത്തോടെയുള്ള ഓർമ്മപ്പെടുത്തൽ. വിശാലമായ വളപ്പിൽ നിന്ന കേശവന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ആദ്യമായി അവനെ അടുത്ത് കാണുന്ന സന്തോഷത്തിനൊപ്പം അവളിൽ ഭയവും നിറഞ്ഞിരുന്നു. കേശവന്റെ രണ്ട് പാപ്പാന്മാർ വീരനെ കണ്ടതും ഓടിയെത്തി. അവരോട് കുശലം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന വീരനെ കണ്ട് കേശവൻ ചെവിയാട്ടി തുമ്പിക്കൈ നീട്ടി വിളിച്ചു തുടങ്ങി. നിന്റെ അടുത്തേക്കല്ലേടാ ഞാൻ വരുന്നത്? ശാസനയോടെ അവന്റെ തുമ്പിക്കൈയിൽ തഴുകി ചോദിക്കുമ്പോൾ വീരന്റെ കഴുത്തിലൂടെ തുമ്പിക്കൈ ചേർത്ത് തന്നിലേക്ക് അണച്ചു പിടിച്ചു കേശവൻ. വീരനാവട്ടെ അവനെ തഴുകി നിന്നു. എന്റെ പെണ്ണിനെ കണ്ടോടെ കേശവ? ഭയത്തോടെ മാറി നിൽക്കുന്നവളെ നോക്കി വീരൻ ചോദിക്കുമ്പോൾ കേശവന്റെ നോട്ടവും അവളിലായി. അവളെ അടുത്തേക്ക് വിളിക്കുന്നത് പോലെ കേശവൻ ശബ്ദമുണ്ടാക്കി. വാ ശക്തി. അവൾ മടിച്ചു നിന്നു. എന്റെ കൂടെ കഴിയാൻ കാണിച്ച ധൈര്യത്തിന്റെ 100ലൊന്ന് വേണ്ട ഇവന്റെ അടുത്തേക്ക് വരാൻ.
വീരൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഉടുമ്പ് പിടിക്കും പോലെ പിടിച്ച് കേശവനരികിൽ നിർത്തുമ്പോൾ അവൻ തുമ്പിക്കൈ കൊണ്ടവരെ ചുറ്റി തന്നോട് ചേർത്തു. ഭയം കൊണ്ട് ശക്തി വീരനെ അള്ളിപ്പിടിച്ചിരുന്നു. വിടടാ, വെറുതെ പേടിപ്പിക്കാതെ. വീരൻ ശാസിച്ചപ്പോൾ പിണങ്ങിയതുപോലെ അവൻ അവരെ വിട്ട് മുഖം തിരിച്ചു. ഇതെന്തൊരു പിണക്കമാണടാ കേശവ, ഇങ്ങോട്ട് നോക്കടാ. വീരൻ കേശവന്റെ കഴുത്തിൽ കിടന്ന പേരെഴുതിയ ചങ്ങലയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തുമ്പിക്കൈയിൽ ചുണ്ടു ചേർത്തു. അതോടെ അവന്റെ പിണക്കം മാറി. വീരൻ ശക്തിയുടെ കൈയെടുത്ത് ആ തുമ്പിക്കൈയിൽ തഴുകിച്ചപ്പോൾ ശക്തി കണ്ണുകൾ ഇറുകെ പൂട്ടിക്കളഞ്ഞിരുന്നു. നിനക്കെന്റെ പെണ്ണിനെ ഇഷ്ടമായോടാ? കേശവൻ തുമ്പിക്കൈ കൊണ്ട് ശക്തിയുടെ മുഖത്തുരസി. ശക്തി അടിമുടി വിറച്ചുപോയി. വീരൻ ചിരിയോടെ അവന്റെ തുമ്പിക്കൈയിൽ പിന്നെയും ചുണ്ടു ചേർത്തു. ഒരു പരിചയക്കുറവും കാണിക്കാതെ കേശവൻ അവൾക്ക് നേരെയും തുമ്പിക്കൈ നീട്ടി. ഉമ്മ കൊടുക്കടി, വീരൻ പറഞ്ഞപ്പോൾ ശക്തിയുടെ കണ്ണു തുറച്ചു. നീ ഇപ്പോ ഉമ്മ കൊടുത്തില്ലെങ്കിൽ അവന് പിണങ്ങാൻ ഇനി അത് മതി. അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ വീരൻ ചുംബിച്ചു. എന്റെ പെണ്ണിന് നാണമാടാ കേശവ, നീ തന്നെ കൊടുക്ക്. അവൾ അനങ്ങില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചിരിയോടെ വീരൻ പറഞ്ഞു. എത്ര കൊതിച്ച നിമിഷമാണെങ്കിലും കേശവന്റെ മുന്നിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ ശരീരം വിറച്ചുകൊണ്ട് പ്രതിരോധിക്കുകയായിരുന്നു. ആന ചവിട്ടിക്കൊന്ന കഥകളൊക്കെ മനസ്സറിയാതെ ഓടി വരുന്നത് അവളുടെ തെറ്റാകില്ലല്ലോ. ശക്തിയുടെ ഹൃദയം ഏതൊക്കെയോ വികാരങ്ങൾ കൊണ്ട് ഉച്ചത്തിൽ മിടിച്ചു പോയിരുന്നു. ഇടിച്ചു പൊട്ടിക്കാതെടി, എനിക്ക് ആവശ്യമുള്ളതാ കേശവ. വീരൻ അവളെ കളിയാക്കിക്കൊണ്ട് കേശവനെ ഓർമ്മിപ്പിക്കും പോലെ വിളിച്ചു. കേശവൻ ശക്തിയുടെ അടുത്തേക്ക് തല ചായ്ച്ചു. കൃത്യം അവളുടെ മുഖം അവനിൽ മുട്ടി. ചെവി വീശി തല കുലുക്കി അവൻ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി. ശക്തിയാകട്ടെ വീരന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നുപോയി. ഇങ്ങനൊക്കെ നിന്നാൽ എനിക്ക് പലതും തോന്നും ശക്തി. വീരനും അവളെ പ്രതിരോധത്തിലാക്കി. കേശവന്റെ അടുത്തേക്ക് വീരൻ എത്തിയാൽ അവരുടെ സ്നേഹം കാണാൻ തിരുമേനി ഉൾപ്പെടെ വന്ന് നിൽക്കാറുണ്ട്. ഇത്തവണ അവർക്ക് പോലും അതിശയമായിരുന്നു കേശവൻ ശക്തിയോട് കാണിച്ചിരുന്ന അടുപ്പം. നാട്ടിലെത്തിക്കഴിഞ്ഞ് ഫോണിൽ ശക്തിയെ കാണിച്ചു കൊടുത്ത് കേശവന് പരിചയപ്പെടുത്തിയ നിമിഷമാണ് ആ നിമിഷം വീരൻ ഓർത്തത്. താൻ പറയുന്നതെല്ലാം മനസ്സിലാക്കി പെരുമാറുന്നവൻ ശക്തിയോട് അകൽച്ച കാണിക്കില്ലെന്ന് വീരന് ഉറപ്പുണ്ടായിരുന്നു. ശക്തിയുടെ കൈയാൽ പഴക്കുലയും അവനെ ഊട്ടിക്കൊണ്ട് വീരൻ അവർക്കിടയിൽ ഒരു പുതിയ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചു. ഇനി ഞാനില്ലാതെ വന്നാലും മടിക്കാതെ എൻ്റെ ചെറുക്കൻ്റെ അടുത്ത് വന്നിട്ടേ പോകാവൂ, ഇല്ലെങ്കിൽ ഇവൻ പിണങ്ങിക്കളയും. തുമ്പിക്കൈയിൽ തലോടി കേശവനെ കുറിച്ച് വീരൻ കൂടുതലായി പറഞ്ഞു കൊടുത്തു. ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ ശക്തി. പണ്ട് ഞാനും അനുഗ്രഹയും മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് പ്രണയിച്ചതും ചുംബിച്ചതും ഇവന്റെ മറവിലായിരുന്നു. പറഞ്ഞു നിർത്തിയതും ശക്തിയുടെ മുഖം അവൾ അറിയാതെ തന്നെ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? നിങ്ങളൊരു ക്രൂരനാണ് ഭദ്രേട്ടാ. ഞാൻ നിങ്ങളിൽ ഒരുപാട് വിശ്വസിച്ചു വരുമ്പോൾ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വരിഞ്ഞ് മുറിവുകൾ ഉണ്ടാക്കി രസിക്കുന്ന ക്രൂരൻ. കേശവ, വീരൻ ചിരിയോടെ വിളിച്ചപ്പോൾ അത് മനസ്സിലാക്കിയതുപോലെ അവരെ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുന്നത് പോലെ കേശവൻ നിന്നു. ഞൊടിയിൽ വീരൻ ശക്തിയെ കേശവനിലേക്ക് ചേർത്ത് നിർത്തി ചുംബിച്ചിരുന്നു. തുടരും.